ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 1 തൊട്ട് ഫ്ലിപ്കാർട്ടിൽ സാസ ലേലെ സെയിൽ നടക്കുന്നുണ്ട്. പേരൊക്കെ ഒരുമാതിരി തൊട്ടിപ്പേരാണ്. അതായത് സെയിൽ 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റല്ലേ, അങ്ങനെയാണ് ആ സാസ ലേലെ എന്ന പേര് ഫ്ലിപ്കാർട്ട് കണ്ടുപിടിച്ചത്. പേരൊക്കെ ഒരു ഭയങ്കര തൊട്ടിപ്പേരാണ്. പക്ഷേ സ്മാർട്ട് ഫോൺസിന് അത്യാവശ്യം നല്ല ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏതൊക്കെ ഫോൺസിനാണ് നല്ല ഓഫേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഇതിൻ്റെ ബാങ്ക് ഓഫർ പറയുകയാണെങ്കിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡിലും EMI ട്രാൻസാക്ഷനാണ് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഡെബിറ്റ് കാർഡിൽ വരുന്നില്ല. അപ്പം ആരുടെയെങ്കിലും കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നല്ല പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോൺസും, ഒട്ടുമിക്ക എല്ലാ ഫോൺസിനും ബാങ്ക് ഓഫർ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐഫോൺസിൻ്റെ ഓഫേഴ്സ് പറയുകയാണെങ്കിൽ ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 16 ഓഫർ പ്രൈസ് ആണെങ്കിൽ 59,999 കിട്ടുന്നുണ്ട്. ലോഞ്ച് ചെയ്ത പ്രൈസ് 80,000 രൂപയുടെ അടുത്താണ്. പക്ഷേ പിന്നീട് അതൊരു 73, 75 ആ റേഞ്ചിലായിരുന്നു സെയിൽ ചെയ്ത്. ഇപ്പം അത് 60,000 രൂപക്ക് എല്ലാ ബാങ്ക് കാർഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് 60,000 രൂപക്ക് ആ ഒരു ഫോൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ 16+ വരുന്നുണ്ട്. അതിന് 70,000 രൂപയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 16 Pro വരുന്നുണ്ട്. അതിൻ്റെ ഓഫർ പ്രൈസ് പറയുകയാണെങ്കിൽ 99,900 രൂപയായിട്ടാണ് ആ ഒരു ഫോണിൻ്റെ ഓഫർ വരുന്നത്. അതായത് 1,00,000 രൂപയെന്ന് ഒരു 100 രൂപ കുറവ്. എന്നാലും നല്ല പ്രൈസ് ആട്ടോ. അതൊരു 1.25 ആ റേഞ്ചിലായിരുന്നു അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഉണ്ടായത്. ഇപ്പോൾ അത് 1,00,000 രൂപക്ക് ഓഫർ പ്രൈസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 16E ഫ്ലിപ്കാർട്ടിൽ ഓഫർ ഉണ്ട്. അതിനെക്കാട്ടി വില കുറഞ്ഞിട്ട് ആമസോണിൽ കിട്ടുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെ പറ്റി പറയാം കേട്ടോ. പിന്നെ ഇത്രയും ഫോൺസാണ് ഐഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓഫേഴ്സ്. ബാക്കിയൊക്കെ തന്നെ പ്രീവിയസ് മോഡലാണ്. വലിയ പ്രൈസ് കുറവില്ല കേട്ടോ അതിനൊന്നും. പിന്നെ സാംസങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ S24 FE ഞാൻ അങ്ങനെ ഒരു വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം അത് നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. 35,000 രൂപക്കാണ് ഒരു ഫോൺ കിട്ടുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് മാസം മുമ്പ് ഇറങ്ങിയതാണ്. അന്നത് ഇറങ്ങുമ്പോൾ എത്ര 60,000 ഒക്കെ ആയിരുന്നു ഉണ്ടായത്. ഇപ്പോൾ 35,000 രൂപ കിട്ടുന്നുണ്ട്. അതാണ് സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞത്. ഏറ്റവും പെട്ടെന്ന് പ്രൈസ് ഡ്രോപ്പ് ആവും ഈ ഒരു മോഡലിന്, FE എന്ന മോഡലിന്. ഇനിയും വില കുറയും കേട്ടോ. അടുത്ത ബിഗ് ബില്യൺ ഡേ ഒക്കെ ആകുമ്പോൾ ഒരു 30,000 രൂപക്ക് ആ റേഞ്ചിൽ എന്തായാലും ഈ ഒരു ഫോൺ കിട്ടും. പക്ഷേ ഇപ്പം 35,000 രൂപക്ക് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ FE മോഡൽ എക്സിനോസ് ഒക്കെയാണ് വരുന്നത്. ബട്ട് കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ S സീരീസിലെ സാംസങ് ഫോൺ ആ പ്രൈസ് റേഞ്ചിൽ ഇപ്പം വേറെ കിട്ടാനില്ല. പിന്നെ S24 ഓഫ് കോഴ്സ് ഓഫേഴ്സ് വരുന്നുണ്ട്. അതിന് 44,999 ആയിട്ടാണ് കിട്ടുന്നത്. 45,000 രൂപക്ക് S24 കിട്ടുന്നുണ്ട്. എക്സിനോസ് ആണ്. S23 ഇപ്പോൾ അവൈലബിൾ അല്ല. S24 മാത്രമേ ഇപ്പം ഈ പ്രൈസിന് കിട്ടുള്ളൂ. എക്സിനോസ് ആണെങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഫോൺ തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള S25 അൾട്രയുടെ പ്രൈസ് വന്നിട്ട് 1,18,000 രൂപക്കാണ് ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇത് ലോഞ്ച് ചെയ്ത പ്രൈസ് 1,30,000 ഇപ്പം 1,18,000 ഫോൺ കിട്ടുന്നുണ്ട്. നല്ല ഫോണാണ്. അതിനെക്കുറിച്ച് നല്ലതോ മോശമൊന്നും പറയാനില്ല. അതൊരു ആ റേഞ്ച് ഫോണാണ്. അതിനെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല. പിന്നെ സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് ഫോൺസിന് ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സാംസങ്ങിൻ്റെ ഗാലക്സി F16 എന്ന മോഡലിന് ഇപ്പം ഓഫർ പ്രൈസിലാണെങ്കിൽ 10,349 രൂപ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 12,500 ഇപ്പോൾ 10,350 രൂപയ്ക്ക് ആ ഒരു ഫോൺ വരുന്നുണ്ട്. പിന്നെ F06 എന്ന മോഡൽ ഒരു 10K റേഞ്ചിലെ ഫോണാണ്. ഇപ്പോൾ അതൊരു 8K ലെവലിൽ കിട്ടുന്നുണ്ട്. അതിനും അത്യാവശ്യം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് ലെവലിലെ സാംസങ് ഫോൺ ഓക്കെ ആ പ്രൈസിൽ ബെസ്റ്റ് അല്ല. സാംസങ്ങിൻ്റെ ഫോൺസ് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഫോണാണ്. അത്രയേ ഉള്ളൂ. 10,000 രൂപയുടെ F06 ഒക്കെ ഇറ്റ്സ് ഗുഡ് ഫോൺ, അങ്ങനെ പറയാനുള്ളൂ. അല്ലാതെ ഗംഭീരം എന്നൊന്നുമില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്പെക്കൊക്കെ തരുന്ന ഫോണാണ് അത്. പിന്നെ നത്തിങ്ങിൻ്റെ CMF ഫോൺ 1 ഓഫർ വരുന്നുണ്ട്. ഓഫർ പ്രൈസിലാണെങ്കിൽ 13,000 രൂപക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. നോർമലായിട്ടുള്ള പ്രൈസ് 16,000 രൂപയാണ്. അപ്പം 13,000 രൂപ കിട്ടുമ്പോൾ നല്ല വേർത്താട്ടോ ആ ഒരു പ്രൈസ് പോയിന്റ്. ഇപ്പോൾ ഉള്ള CMF ഫോൺ 2 Pro 19,000 രൂപക്കാണ് ഇറങ്ങിയത്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും 13,000 രൂപക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല വേർത്താണ്. പിന്നെ മോട്ടറോള ഫോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോട്ടറോള എഡ്ജ് സീരീസിൽ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. പ്രീവിയസ് മോഡൽ എഡ്ജ് 15 സീരീസിലാണെങ്കിൽ ഫ്യൂഷൻ്റെ പ്രൈസ് വന്നിട്ട് 19,000 രൂപ കിട്ടുന്നുണ്ട്. 23,000 രൂപ റേഞ്ചിലുണ്ടായ മോഡലാണ്. ഇപ്പം ഈ ഒരു ഓഫറിൽ 19,000 രൂപക്ക് ആ ഒരു ഫോൺ വരുന്നുണ്ട്. പിന്നെ എഡ്ജ് 15 ഓഫർ വരുന്നുണ്ട്. ആ ഒരു മോഡലിലാണെങ്കിൽ 21,000 രൂപക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതും ഒരു 25,000 26,000 രൂപയുടെ ഫോണായിരുന്നു അന്ന് ഇറങ്ങിയത്.
ഇപ്പം അത് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുമ്പോൾ നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ എഡ്ജ് 15 നിയോനും ഓഫർ വരുന്നത് 23,000 രൂപയുടെ ഫോണാണ് ഇറങ്ങിയ സമയത്ത് ഉണ്ടായത്. ഇപ്പം ഈ ഒരു ഓഫർ പ്രൈസിൽ 19,999 20,000 രൂപയ്ക്ക് നിയോ എന്ന മോഡലും കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല ഓഫറാട്ടോ. 20,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിയോ എന്ന മോഡൽ എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ആയിട്ടുള്ള മോഡലാണ്. ഫ്ലാറ്റായ ഡിസ്പ്ലേ ആണ്, കർവ്ഡ് അല്ല. മോട്ടോളാണ് വെച്ചിട്ട് കർവ് ഡിസ്പ്ലേ എന്ന് ഉദ്ദേശിക്കേണ്ട, ഫ്ലാറ്റാണ് ആ ഒരു മോഡലിന് വരുന്നത്. പിന്നെ G85 എന്ന മോഡൽ ഒരു 18,000 രൂപക്കാണ് ഇറങ്ങിയ തോന്നുന്നു. ഇപ്പം അത് 15,000 രൂപക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ G45 എന്ന മോഡൽ 11,000 രൂപ കിട്ടുന്നത്. 11,000 രൂപ നോർമൽ പ്രൈസ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത് ബേസ് മോഡലിലാണ്. 8GB റാമാണ് നിങ്ങൾക്ക് ഇവിടെ 11,000 രൂപ കിട്ടുന്നത്. അപ്പോൾ മോട്ടോള ഫോൺസിനും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും ഫോൺസ് ഞാൻ നോക്കിയ സമയത്ത് നല്ലൊരു ഓഫറായിട്ട് തോന്നിയത്. വേറെയും ഒരുപാട് ഫോൺസിന് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണുള്ളത്, പിന്നെ റിയൽമിക്കും ഓഫേഴ്സ് വരുന്നുണ്ടോ. റിയൽമിയുടെ 14 Pro Plus എന്ന മോഡൽ 28,000 രൂപ കിട്ടുന്നുണ്ട്. 30,000 31,000 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടായ മോഡലാണ്. 28,000 രൂപ കിട്ടുമ്പോൾ ആ റേഞ്ചിലെ ബെസ്റ്റ് ക്യാമറ ഫോണാണത്. അതിലൊരു കൺഫ്യൂഷനില്ല. ഫോട്ടോഗ്രാഫി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 14 Pro Plus ഒരു ബെസ്റ്റ് ഡീലാണ്. പിന്നെ റിയൽമിയുടെ P2 Pro ഒരു പ്രീവിയസ് ജനറേഷൻ മോഡലാണ്. 22,000 രൂപക്കൊക്കെ ഇറങ്ങിയ മോഡലാണ്. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 16,000 രൂപക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 16,000 രൂപ കിട്ടുമ്പോൾ അത് എന്തായാലും വേർത്താണ്. ഒരു വർഷം ഒന്നും പഴക്കമില്ല, എന്നാലും പ്രീവിയസ് മോഡലാണെങ്കിൽ പോലും ഇറ്റ്സ് എ ഗുഡ് ഫോൺ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള P സീരീസിലെ ഫോൺസിനും ഓഫേഴ്സ് വരുന്നുണ്ട്. P3 Ultra 27,000 രൂപ റേഞ്ചിൽ ഇറങ്ങിയ മോഡലാണ്. ഇപ്പം ഈ ഒരു ഓഫർ പ്രൈസിലാണെങ്കിൽ 23,000 രൂപക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 27,000 രൂപക്ക് അങ്ങനെ ഞാൻ ബെസ്റ്റ് ടോപ്പ് ലെവൽ എന്ന് പറയുന്നില്ല, എന്നാലും ആ ഒരു ടോപ്പ് ലെവൽ ഫോണിൻ്റെ ആ റേഞ്ച് പെർഫോമൻസ് അടുത്തെങ്കിലും ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 23,000 രൂപയ്ക്ക് നല്ല ബെസ്റ്റ് ഡീലാട്ടോ ഇതെന്ന് പറഞ്ഞത്. പിന്നെ P3 Proക്കും ഓഫർ വരുന്നുണ്ട്. അത് 24,000 രൂപയ്ക്ക് ഇറങ്ങിയ മോഡലാണ്. ഇപ്പം ഈ ഒരു ഓഫർ പ്രൈസിനാണെങ്കിൽ 19,000 രൂപയ്ക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെ ബാങ്ക് ഓഫർ കൂടെ ആഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആട്ടോ. അല്ലാതെ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കിട്ടത്തില്ല. ബാങ്ക് ഓഫർ കൂടെ ആഡ് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഓഫറിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 2 ഫോൺസിൻ്റെ ഓഫേഴ്സാണ്. അതായത് പോക്കോ ഫോൺസ്. പോക്കോയുടെ X7ഉം X7 Proയും. X7 ഒരു 22 21 ആ റേഞ്ചിലൊക്കെ ഇറങ്ങിയ മോഡലാണ്. ബട്ട് ഈ ഒരു ഓഫറിലാണെങ്കിൽ ആ ഒരു ഫോൺ 15,000 രൂപ കിട്ടുന്നുണ്ട്. വലിയ ഡിഫറൻസ് തോന്നുന്നു. പക്ഷേ ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്, അതും ബെസ്റ്റ് ഫോണാണ്. അപ്പോൾ അത്രയും പ്രൈസ് ആ ഒരു ഫോണിന് കുറയുന്നുണ്ട്. ഇനി X7 Pro ആണെങ്കിൽ 28,000 രൂപയ്ക്ക് ആ റേഞ്ചിൽ ബെസ്റ്റ് ടോപ്പ് നോച്ച് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന മോഡലാണ്. ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. ഈ ഒരു ഓഫറിൽ ആ ഒരു ഫോൺ 23,000 രൂപ കിട്ടുന്നുണ്ട്. നല്ലൊരു ഓഫർ, അതായത് ഒരു ബെസ്റ്റ് ഫോണിന് നല്ലൊരു ഓഫർ കിട്ടുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ അടക്കം നല്ല ഗംഭീര ഓഫറിൽ സാസ ലേലെ സെയിൽ കൊടുത്തിട്ടുണ്ട്. പേരൊക്കെ തൊട്ടിയാണെങ്കിൽ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു വർഷം ഇതാണ് ഏറ്റവും നല്ലൊരു ഓഫർ വന്നിട്ടുള്ളത്. അപ്പം ഈ ഫോൺസൊക്കെ ഇപ്പോൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് തന്നെ പോയിട്ട് വാങ്ങാൻ നോക്കുക. എവിടെ നിന്നങ്ങ് തപ്പിപ്പിടിച്ചിട്ടൊക്കെ തന്നെ കാർഡ്സ് ഒക്കെ ഒപ്പിച്ചിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓഫറിന് കിട്ടുന്നുണ്ട്. ഇത് എത്ര ദിവസം വരെ നീണ്ടു നിൽക്കുമെന്ന് അറിയത്തില്ല. അവർ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാത്രമേ കൊടുത്തുള്ളൂ, എപ്പം തീരുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആമസോണിലും ഇതിൻ്റെ സെയിം ഓഫർ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ബാക്കിയുള്ള OnePlus IQ അങ്ങനെയുള്ള ചില മോഡൽസ് ആമസോണിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സ് അല്ലെങ്കിൽ ആ ഫോൺസൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത് തന്നെ ആ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.